Drop it. ഹലോ ഗായ്സ്, മിസ്റ്റർ 33 ടെക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫുൾ ജാർ സോഡയാണ്. നിങ്ങളെ തമ്പ്ലയിൽ കണ്ടിട്ടുണ്ടാവും. 3 ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ഫുൾ ജാർ സോഡ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് 3 ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ലിക്വിഡെല്ലാം എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് എടുത്താണ്. അപ്പോൾ അത് നാച്ചുറലായി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. മറ്റ് ലിക്വിഡ്സ് നല്ലതല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് മിക്സിയിലിട്ട് മിക്സാക്കി യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. ഞാൻ എടുത്തിട്ടുള്ള തണ്ണിമത്തനാണ് ആദ്യമായിട്ട് എടുത്തത്, ഫ്രൂട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണ്ണിമത്തൻ കട്ട് ചെയ്തിട്ട് കുറച്ച് 4 പീസ് എടുത്തിട്ടുണ്ട്. പിന്നീട് പൈനാപ്പിൾ, പിന്നെ കറുത്ത മുന്തിരി, പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നീട് ഉപ്പ്, ചെറുനാരങ്ങ പിഴിഞ്ഞതാണ് അത് കുറച്ച് അത്യാവശ്യത്തിന്. പിന്നീട് വേണ്ടത് 3-4 പച്ചമുളകും, മല്ലിച്ചപ്പ്, കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി തൊലി കളഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് സോഡയാണ്. അപ്പോൾ സോഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ലിറ്ററിൻ്റെ ഒരു സോഡ വേണ്ടു. അപ്പം സോഡ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ചെറിയ മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം എങ്ങനെയാണെന്ന് ഫ്രൂട്ടൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ മിക്സിയിലെ ചെറിയ ജാർ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം എല്ലാ ഫ്ലേവേഴ്സും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ അരച്ചിട്ടുണ്ട്, അതുപോലെ ഗ്രേപ്പ്, മുന്തിരി അരച്ചിട്ടുണ്ട്, തണ്ണിമത്തന്, പിന്നെ പഞ്ചസാര കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം പഞ്ചസാര ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഫ്ലേവേഴ്സ് മിക്സ് ആകുന്ന സമയത്ത് അധികം ടൈം എടുക്കാണ്ട് പെട്ടെന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര അങ്ങനെ വെള്ളം കൂട്ടി അരച്ചത്. പിന്നെ നമ്മളെ പച്ചമുളകൊക്കെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫുൾ ജാറിൽ നിന്ന് ചെറിയ ഗ്ലാസ്സിൽ എങ്ങനെ മിക്സാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 വലിയ ഗ്ലാസും സാധാരണ കുടിക്കുന്ന ഗ്ലാസും 3 ഫ്ലേവേഴ്സ് കഴിക്കുന്ന ചെറിയ ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ മിക്സ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോരോ ഫ്ലേവേഴ്സും ഓരോ ഡിഫറെൻ്റായ ഗ്ലാസ്സിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് തന്നെ പൈനാപ്പിൾ എടുത്ത് മിക്സ് ചെയ്തു. അത്യാവശ്യത്തിന് ഒരു 2-3 സ്പൂൺ എടുക്കാം. അതിലേക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പച്ചമുളകും കറിവേപ്പിലയൊക്കെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര നല്ല സ്വീറ്റ്സ് ആയിട്ടുള്ള ഉണ്ടാക്കുന്നത്. പഞ്ചസാര ഉപയോഗിക്കാതെ ഉണ്ടാക്കാം. സ്വീറ്റ്സ് ആയ നല്ല ടേസ്റ്റ് ഉണ്ടാകും, കുട്ടികൾക്ക് എന്നാൽ ഇഷ്ടപ്പെടും. അപ്പോൾ പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പഞ്ചസാര ഉണ്ടാക്കാത്തവർക്ക് അത് ഒഴിവാക്കാം, ഒരു ഉപ്പ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കാം. പിന്നീട് ചെറുനാരങ്ങ മിക്സാക്കിയ നീരാണ്. അപ്പം ചെറുനാരങ്ങ നീരയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ഫ്ലേവർ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ മറന്നുപോയി, സോറി ഗായ്സ്, നമ്മൾ കസ്റ്റസ് എടുക്കാൻ വിട്ടുപോയി. അപ്പം കസ്റ്റസ് ഫസ്റ്റൊന്നും ആവശ്യമില്ല, അവസാനം ആവശ്യമുള്ളൂ. അപ്പോൾ കസ്റ്റസ് അത്യാവശ്യം എടുത്ത് വെക്കുക. ഒരു 3 ഗ്ലാസ്സിലേക്ക് കഴിക്കാൻ ചെറിയ കുറച്ചേ വേണ്ടൂ, അത്യാവശ്യം എടുത്ത് വെക്കുക കസ്റ്റസ്. അപ്പോൾ പൈനാപ്പിൾ ഫ്ലേവേഴ്സ് നമ്മൾ ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിയും തണ്ണിമത്തനും അതുപോലെ തന്നെ മിക്സാക്കി എടുക്കുക. ജസ്റ്റ് എടുക്കുക, 2-3 സ്പൂൺ വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും മിക്സാക്കി അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് ഉപ്പിടുക, ചെറുനാരങ്ങ നീരിടുക. അപ്പോൾ 3ഉം സെറ്റാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ 3 ഫ്ലേവേഴ്സ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൈനാപ്പിളും മുന്തിരിയും അതായത് തണ്ണിമത്തനും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഗ്ലാസ്സിലേക്ക് സോഡ വെച്ചിട്ട് എങ്ങനെയാണെന്ന് അതിലേക്ക് ഇടാൻ നോക്കാം. അപ്പം 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലാസ്സിലേക്ക് ഫസ്റ്റ് നമ്മൾ നേരത്തെ മിക്സാക്കിയ പഞ്ചസാര ഉണ്ട്. പഞ്ചസാര ഒരു 2-3 സ്പൂൺ ഉപയോഗിക്കാം. അപ്പം പഞ്ചസാര നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഒരു ഉപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഷുഗർ എന്തായാലും വേണ്ടി വരും. അപ്പോൾ കുട്ടികൾക്ക് പഞ്ചസാര കഴിച്ചാൽ നല്ല ഇഷ്ടപ്പെടും. അപ്പം 3 ഗ്ലാസ്സിലേക്കും അത്യാവശ്യം കണക്കായിട്ട് പഞ്ചസാര മിക്സാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. 2-3 സ്പൂണ് കസ്കസും മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് സോഡ വയ്ക്കാം. ഇപ്പോൾ 3 ഗ്ലാസ്സിലേക്കും സെറ്റായിട്ട് നല്ല കസ്കസ് അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സോഡ വയ്ക്കാം. ഇതിലേക്ക് സോഡ ഒഴിച്ചിട്ട് സെറ്റായാലും പിന്നെ നമ്മളെ ജാറിലേക്ക് നമ്മളെ ഫ്ലേവേഴ്സ് ഇട്ടാൻ റെഡിയായി. അപ്പം സോഡ 1/2 ലിറ്റർ മതിയാവും 3 ഗ്ലാസ്സിന്. അപ്പോൾ 3 ഗ്ലാസ്സിലേക്കും സോഡ ഫുള്ള് ഒഴിക്കണ്ട. ഫുള്ള് ഒഴിച്ചാന്ന് വെച്ചാൽ പുറത്തേക്കും അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടണമെങ്കിൽ ഫുള്ള് ഒഴിച്ചിട്ട് ജസ്റ്റ് ഷോക്ക് വേണമെങ്കിൽ പുറത്തേക്കും മറിക്കാം. പക്ഷേ ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല, ഞാൻ 3/4 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. പുറത്തേക്കും മറിയുന്നുണ്ട്. അത്യാവശ്യം കണക്കായിട്ട് 3/4 ഗ്ലാസ് സോഡ എടുത്തിട്ടുണ്ട്. ഇപ്പം 3 ഗ്ലാസ്സിലും അതിലേക്ക് നമുക്ക് ഫ്ലേവേഴ്സ് ഇട്ട് വെക്കുക എങ്ങനെയുണ്ടാകുന്നത്. അപ്പോൾ ഗായ്സ്, ഫുൾ ജാർ സോഡ ഉണ്ടാക്കുന്ന മെയിൻ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഫ്ലേവേഴ്സ് ഇട്ട് കൊടുക്കുക മാത്രം ചെയ്യേണ്ടത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
താങ്ക് യു ഗൈസ്.